ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒരു 3 ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കമത്തി വയ്ക്കുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ വാർന്നു പോവുകയും ചെയ്യും. പെട്ടെന്ന് മിക്സിയുടെ ജാറ് ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ 2 ജാറുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ക്ലിപ്പ് കുത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ മഴ സമയത്തൊക്കെ നമുക്ക് ഉണക്കിയെടുക്കണമെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുമ്പോഴത്തേനും ഇതേപോലെ ചന്ദനത്തിരി കുത്തുന്ന സ്റ്റാൻഡ് ഒന്നുമില്ല എങ്കിൽ നമുക്ക് ഈ ക്ലിപ്പിൽ തന്നെ ഇതേപോലെ കുത്തി വെച്ചിട്ട് എവിടെ വേണേലും നമുക്ക് കൊണ്ടുവയ്ക്കാം. ഉണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിയൊക്കെ വയ്ക്കാം. അതല്ല എങ്കിൽ നമുക്ക് മുകളിൽ വേണേലും ഇതേപോലെ എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ചന്ദനത്തിരി കുത്തുന്നതിന് ഈ ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേലും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഇതേപോലെ ടിന്നിനകത്തുനിന്ന് പുറത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേനും തണുത്ത് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ദോശക്കല്ലോ അതല്ലെങ്കിൽ ഫ്രൈ പാനോ ചൂടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് ഇതൊന്ന് വെച്ചിട്ട് എടുക്കുക. അപ്പം ചെറിയ രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് നിരത്തി വെച്ച് കൊടുത്തിട്ട് എടുക്കുമ്പോഴത്തേനും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എത്ര തണുത്ത ബിസ്ക്കറ്റ് വേണേലും നമുക്ക് നല്ല രീതിയിൽ അതിനകത്തുനിന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേനും നല്ല ഒടിഞ്ഞൊക്കെ വരുമ്പോഴത്തേനും നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അരിമാവൊക്കെ ഇതേപോലെ പൊടിപ്പിച്ച് കൂടുതൽ നാൾ വയ്ക്കുമ്പോഴത്തേനും അതിനകത്തുനിന്ന് ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും, ഒരു കനച്ച സ്മെല്ല് വരും. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി ഒന്ന് തൂകിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് അരിപ്പൊടിയാണേലും ഗോതമ്പ് പൊടിയാണേലും ഇതേപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് എന്നും ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ഈ വറ്റൽമുളക്. അപ്പം നമ്മളത് മേടിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അത് പൂപ്പൽ വരും, അതിൻ്റെ മുകളിലായിട്ടൊക്കെ പൂപ്പൽ വരും, ചീത്തയായി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഈ മുളക് നല്ല കാറ്റ് കയറാത്ത നല്ല ഒരു ടൈറ്റായ ടിന്നിനകത്തിട്ട് അടച്ച് വയ്ക്കുക. അപ്പം അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ മുളക് ചീത്തയാവത്തില്ല. അതുമാത്രമല്ല, നമ്മൾ കഴിവതും ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാവുന്നതാണ്. ഇതേപോലെ ടിന്നിനകത്ത് ഇട്ട് അടച്ച് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇതേപോലെ തന്നെ അടച്ച് വയ്ക്കാം. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്നതായിരിക്കും. കൂടുതൽ നാളൊക്കെ പുറത്ത് വെച്ചാൽ ചീത്തയായി പോകും. അപ്പോൾ ഇതേപോലെ അത് ടിന്നിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. അതുമാത്രമല്ല, ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് വയ്ക്കുന്ന കായപ്പൊടി ഉണ്ടെങ്കിൽ ഒന്ന് തൂക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതല്ല എങ്കിൽ കായക്കട്ടയുണ്ടെങ്കിൽ അത് ഇതിനകത്ത് മുളകിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിലും നമുക്ക് മുളക് എത്ര നാൾ വേണേലും കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കായക്കട്ടയില്ല, അപ്പോൾ കായപ്പൊടിയാണുള്ളത്. അപ്പോൾ കായപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മുകളിലൊന്ന് തൂക്കി കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് അതിനകത്ത് കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു പീസ് അതിനകത്തുനിന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പൊടി തട്ടിയിട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് മുളക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പം ഇതുകൊണ്ട് ഞാൻ കായക്കട്ട അതിനകത്തുനിന്ന് ഉണ്ടോ ഒരു കട്ട കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ അത് വെച്ച് കൊടുക്കുകയാണ്. ഇതിനേക്കാളും നല്ലത് നമ്മുടെ കയ്യിൽ കായക്കട്ട ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ കായപ്പൊടിയാണ്.
അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് എത്ര വർഷം വേണേലും കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം, അതേപോലെ നമുക്ക് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.